വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, വാർ മെമ്മോറിയൽസ് തൃശ്ശൂർ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അത്ര പ്രാധാന്യത്തോടുകൂടി കേരളത്തിലില്ല. കളക്ടറേറ്റിൻ്റെ തൊട്ട് മുമ്പിൽ അമർ ജവാൻ എന്ന് പറഞ്ഞൊരു സ്മാരകം ഉണ്ട്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗുകാരാണത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഞാനതായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവിടെ ഈ വിജയ് ദിവസ്, കാർഗിൽ വിജയ് ദിവസ്, 71 യുദ്ധത്തിൻ്റെ വിജയ് ദിവസ്, ആർമി ഡേ, നേവി ഡേ, അതുപോലെ ഏതെങ്കിലും പുൽവാമ ഇതിലൊക്കെ ആൾക്കാർ മരിച്ചു, ഓഫ് സിന്ധൂറിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ ഓഗസ്റ്റ് 15, ജനുവരി 26 ഇതുപോലെയുള്ള ഇതിലൊക്കെ നമ്മളവിടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുകയും അവിടെ എല്ലാവരും ഒത്തുകൂടി ഒരു പുഷ്പചക്രവും കുറച്ച് പുഷ്പാർച്ചന നടത്തി അതിനു മുമ്പ് മരിച്ചു പോയിട്ടുള്ള വിധവകളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല, വീർനാരി. കാരണം അവരുടെ ഭർത്താവിനെ രാജ്യത്തിന് വേണ്ടി കൊടുത്ത ഒരു സ്ത്രീയെ വീർനാരി എന്നല്ലാതെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? നമ്മുടെ ഇഷ ഫൗണ്ടേഷൻ്റെ സദ്ഗുരു പറഞ്ഞിട്ടുണ്ട്, ഓരോ പട്ടാളക്കാരൻ്റെ പിന്നിലും വിധവയാവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സ്ത്രീയുണ്ട്, അനാഥനാവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മകനുണ്ട്, ഒരു മകളുണ്ട്, മകനെ നഷ്ടപ്പെടാൻ മനസ്സ് കാണിക്കുന്ന ഒരു അമ്മയുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒത്തൊരുമിച്ചുള്ള ഒരു സാക്രിഫൈസ് കൂടിയിട്ടാണ് ആ പട്ടാളക്കാരൻ കാണിക്കുന്നത് അവിടെ. ഈ അമർ ജവാനിൽ കാർഗിൽ യുദ്ധത്തിൽ ഇപ്പോൾ വിജയ് ദിവസ് വരുന്ന സമയത്ത് അവിടെ എല്ലാവരും കൂടെ ഒത്തുകൂടി. ഇത് ടി വിയിൽ വരും, പത്രത്തിൽ വരും, മാധ്യമങ്ങൾക്ക് വലിയ റോളുണ്ട് ഇതൊക്കെ പബ്ലിസൈസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇത് ടി വിയിലോ ന്യൂസിലോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സോ കോൾഡ് വിഡോ അല്ലെങ്കിൽ വീർനാരി വീട്ടിലിരുന്ന് കാണുവാണെന്ന് വിചാരിച്ചു. അവർക്ക് അന്നുണ്ടായിരുന്ന പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ആ ദുഃഖം ഒരു രാജ്യത്തിൻ്റെ ഒരു അഭിമാനം ആയിട്ട് മാറ്റുവാണ് നമ്മൾ. അയ്യോ, എൻ്റെ ഭർത്താവിനെ ഇന്നും ഇവരൊക്കെ നാട്ടുകാർ ഓർക്കുന്നുണ്ടല്ലോ, സ്നേഹത്തോടു കൂടി അവിടെ ചെന്ന് പൂവിടുന്നുണ്ടല്ലോ, ഞാനെത്ര ഭാഗ്യവതിയാണ്, എൻ്റെ ഭർത്താവിനെ ഇവരിന്നും ഓർക്കുന്നുണ്ടല്ലോ. എ ഗ്രേറ്റ്ഫുൾ നേഷൻ, നന്ദിയുള്ളൊരു രാജ്യം, ഒരു ദേശം, എൻ്റെ ഭർത്താവിൻ്റെ സാക്രിഫൈസ് ഇപ്പോഴവർ ഓർക്കുന്നുണ്ടല്ലോ. അതൊരു ഭാഗം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വി ക്യാൻ കൺവേർട്ട് ദെയർ പേഴ്സണൽ സോറോ ഇൻ ടു നാഷണൽ പ്രൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേറൊരു ആംഗിളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ബോർഡറിൽ കാവൽ നിൽക്കുന്ന ജവാന്മാരുടെ അമ്മയോ അച്ഛനോ ആയിരിക്കും ഇവിടെ പേപ്പർ വായിക്കുന്നത്. അവർ മോനെ ഇന്നലെ കാർഗിൽ യുദ്ധത്തിൻ്റെ ഇതായിട്ട് ഇവിടെ കളക്ടറും മേയറും മന്ത്രിയും എല്ലാവരും കൂടെ വന്ന് ആയിരക്കണക്കിന് ആളുകൾ അമർ ജവാനിൽ വന്ന് പുഷ്പചക്രമൊക്കെ അർപ്പിച്ചു കേട്ടോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ജവാനാണ്, അല്ലെങ്കിൽ അവൻ്റെ അമ്മ ന്യൂസിൽ വായിക്കുവാണ്, നാളെ എൻ്റെ മകന് ബോർഡർ ഏരിയയിലോ എന്തെങ്കിലും ഒരു മരണം സംഭവിച്ചാൽ ഇതേ നാട്ടുകാർ എൻ്റെ മകന് വേണ്ടിയും ഇതുപോലെ ഒത്തുകൂടും. ആ നിൽക്കുന്ന ജവാനും വിചാരിക്കും, എനിക്ക് ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നതിനിടയ്ക്ക് ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ എൻ്റെ കുടുംബത്തെ ഓർക്കും, നന്ദിയോടെ ഓർക്കും അവർക്കൊരാവശ്യം വരുമ്പോൾ. പക്ഷേ ആര് വിഷമം വിചാരിച്ചാലും ശരി, ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ മരണം നടക്കുമ്പോൾ ആ പെട്ടിയുടെ മേലെ ത്രിവർണ്ണ പതാകയായിട്ടൊക്കെ വരുമ്പോൾ ഭാരത് മാതാക്ക് ജയ്യൊക്കെ വിളിക്കുകയും കണ്ണീര് ഒക്കെ നടക്കുകയും ചെയ്യും. 4 ദിവസം കഴിയുമ്പോൾ ഈ മരിച്ചു പോകുന്ന എല്ലാവരുടെ കാര്യമല്ല പറയണം, പക്ഷേ കുറേ കേസുകളുണ്ട്. ഈ മരിച്ചുപോയവരുടെ വിധവന്മാർ അല്ലെങ്കിൽ വീർനാരീസോ കുടുംബക്കാരോ ഈ വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും ചെന്ന് ഞങ്ങൾക്കിത് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കത് കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ ഇതായില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ സർവേയർ ലീവിന് പോയിരിക്കുകയാണ്, നിങ്ങൾ അടുത്ത മാസം പോ എന്ന് പറഞ്ഞ് കാണുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. കാരണം ഇത് എന്ന ആളാന്ന് പോലും അവർക്ക് ദേ ആർ നോട്ട് ബോതേഡ്. എൻ്റെ ഭർത്താവ് ഇന്നത്, ഞാൻ ആക്ച്വൽ കഥകളാണ് പറയുന്നത്. കാശ്മീരിൽ തീവ്രവാദികളുടെ വെടികൊണ്ട് മരിച്ച അതിന് ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ച വില്ലേജ് ഓഫീസറെ എനിക്കറിയാം. ഇവിടെ ഞങ്ങളുടെ പ്രൊസീജിയറുണ്ട്, ആൾ വന്ന് അവിടെ അളക്കും, അളന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊക്കെ വിളിച്ചു പറയുമ്പോൾ അവർ ശരിയാക്കും, ഇല്ലെന്ന് പറയുന്നില്ല. ആ ഒരു കാഷ്വൽ ആറ്റിറ്റ്യൂഡ്, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സ്ഥലത്ത്. കാരണം കേരളത്തിൽ നിന്ന് പട്ടാളക്കാരില്ലെന്നല്ല, നമുക്ക് ബോർഡർ ഏരിയ ഒന്നുമില്ല. യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ടേ ഉള്ളൂ, ഇന്നിപ്പോൾ ടി വിയിലും കാണുന്നുണ്ട്.